ഇന്നത്തെ റെസിപ്പി ഒരു ബ്രെഡ് പുഡിങ്ങാണ്. വളരെ പെട്ടെന്ന് കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. പക്ഷേ ടേസ്റ്റ് ആണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. അത് കഴിച്ച് നോക്കിയാലേ അറിയുള്ളൂ. പക്ഷേ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി. ഞാൻ അങ്ങനത്തെ ഒരു റെസിപ്പിയാണ് ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂടുതൽ ഇൻഗ്രീഡിയൻസൊക്കെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കാം. അത് ഞാൻ പറയാം. പിന്നെ 8 പീസ് ബ്രെഡാണ് ഞാൻ ഇതിനെടുത്തത്. 2 ലെയർ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 8 പീസ് ബ്രെഡ് എടുത്തത്. എന്നാലേ ഒരു കനത്തിന് നമുക്ക് പുഡിംഗ് മുറിച്ചെടുക്കാൻ പറ്റും. ഇത് ഞാൻ 4ആയിട്ട് കട്ട് ചെയ്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറ്റ പീസായിട്ട് യൂസ് ചെയ്യാം. പിന്നെ വേണ്ടത് ഒരു സ്ക്വയർ പാനാണ്. ഇതിലേക്ക് നമുക്ക് ബ്രെഡിനെ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ 4 പീസാണെങ്കിൽ ആദ്യം 4 പീസ്, പിന്നെ നമ്മൾ മിക്സ് ഒഴിച്ചിട്ട് പിന്നെ 4 പീസ്, അങ്ങനെ വെച്ചാലും മതി. ഇനി നമുക്ക് മിക്സ് ഉണ്ടാക്കാനായിട്ട് 1/2 ലിറ്റർ പാൽ ഞാൻ എടുത്തു. ഇത് കാച്ചിയ പാലാണ് ഞാൻ എടുത്തത്. പിന്നെ ആ പാലിൽ നിന്ന് കുറച്ച് പാൽ വേറൊരു ബൗളിലേക്ക് മാറ്റി അതിലേക്ക് കോൺഫ്ലോർ ഇട്ട് കൊടുക്കണം. കോൺഫ്ലോർ ഇല്ലാത്തവർ കസ്റ്റർഡ് പൗഡർ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. എനിക്കത് കയ്യിലില്ലാത്തത് കൊണ്ട് കോൺഫ്ലോർ ഇട്ട് കൊടുത്തു. ഇത് രണ്ടും വാങ്ങാൻ പറ്റില്ല, കിട്ടില്ല എന്നുള്ളവർക്ക് വേണമെങ്കിൽ ഒരു 2 സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. അങ്ങനെ വെച്ചും വേണമെങ്കിൽ ഉണ്ടാക്കാം. ഇപ്പോൾ ഒരു പാനിലേക്ക് ഞാൻ ഈ പാൽ ഒഴിച്ചു കൊടുത്തു. നിങ്ങൾ കാച്ചാത്ത പാലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പാൽ തിളച്ചതിന് ശേഷമേ ബാക്കി പഞ്ചസാര, ബാക്കി സാധനങ്ങളൊക്കെ ചേർക്കാവുള്ളൂ. ഇല്ലെങ്കിൽ ചിലപ്പോൾ പാൽ പിരിഞ്ഞു പോകും. ഇതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ ചേർക്കണം. 1 സ്പൂണേ ഞാൻ ചേർക്കുന്നുള്ളൂ. പാൽ അത്രയ്ക്ക് കട്ടി എനിക്ക് തോന്നിയില്ല. നല്ല കട്ടിപ്പാൽ വേണം ഇതിന് യൂസ് ചെയ്യാൻ. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തു. നിങ്ങൾക്ക് പഞ്ചസാര കൂടുതൽ വേണം എന്നുള്ളവർക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ കുറുകിയതിന് ശേഷം വേണമെങ്കിലും കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഓറഞ്ചിൻ്റെ തൊലി ചുരണ്ടിയെടുത്തത് നമ്മൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ വാനില എസൻസിൻ്റെ ആവശ്യം പോലും വരില്ല. ഇപ്പോൾ വെള്ള വീഴാണ്ട് നമ്മൾ ഓറഞ്ചിൻ്റെ തൊലി ചുരണ്ടിയെടുക്കണം. ഞാൻ ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്തു. അത് ചേർക്കേണ്ട ഒരു നിർബന്ധമില്ല. പിന്നെ കലക്കി വെച്ചിരുന്ന കോൺഫ്ലവർ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് ഇളക്കിക്കൊണ്ടിരിക്കണം. അടി പിടിക്കാണ്ട്, കട്ട പിടിക്കാണ്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതൊരുമാതിരി കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇത്ര കട്ടി മതി. കൂടുതൽ കട്ടിയായാൽ നമ്മളെ ബ്രെഡിൽ പിടിച്ച് കിട്ടൂല. ഇത് അറേഞ്ച് ചെയ്ത് വെച്ച ബ്രെഡിൻ്റെ പുറത്തായിട്ട് ഒരു പകുതി ഭാഗം നമുക്ക് ഒഴിച്ചു കൊടുക്കണം ഒരേപോലെ. അതിൻ്റെ പുറത്ത് എൻ്റെ കയ്യിൽ കുറച്ച് ഓറഞ്ച് ക്രഷ് ഉണ്ടായിരുന്നു. ഓറഞ്ചിൻ്റെ ഫ്ലേവർ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടത്. അതിട്ട് കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ പൈനാപ്പിൾ ഉണ്ടെങ്കിൽ അത് കുഞ്ഞായിട്ടരിഞ്ഞ് അത് കുറച്ച് പഞ്ചസാരയിട്ട് വേവിച്ചിട്ട് ഇതിൻ്റെ പുറത്ത് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ അതും നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ പുറത്ത് വേണമെങ്കിൽ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. രണ്ടാമത്തെ ലെയറും വെച്ച് ഞാൻ ബാക്കി മിക്സും കൂടെ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നട്ട്സും ഈ ഓറഞ്ച് ക്രഷും വെച്ച് ഞാനങ്ങ് ഡെക്കറേറ്റ് ചെയ്യണം. നിങ്ങളുടെ കയ്യിൽ സ്ട്രോബെറി ക്രഷോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ഉള്ളവർക്ക്, ചോക്ലേറ്റ് ന്യൂട്ടെല്ലയൊക്കെ കയ്യിലുള്ളവർക്ക് അത് വേണമെങ്കിലും ഇതിൽ ബ്രെഡിൻ്റെ പുറത്ത് പുരട്ടി കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു പുഡിങ്ങാണ്. കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് തണുപ്പിച്ച് യൂസ് ചെയ്യണം. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.